വെൽക്കം ടു ടീം ലാംഡ. അപ്പൊ നമ്മൾ ഇന്ന് ഡേ 7ന്റെ ക്ലാസ് ആണ്. കുറച്ച് പ്രോബ്ലംസ് ചുമ്മാ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളൂ കേട്ടോ. അപ്പൊ ഫൈൻഡ് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ പോളാർ ഫോം ഡയറക്റ്റ് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു കാര്യം ഞാൻ ഇതിനെ പോളാർ ഫോം ഡയറക്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 + 2i ആണ് ഇതിന്റെ പോളാർ ഫോം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ആദ്യം അതിന്റെ മോഡുലസ് കണ്ടുപിടിക്കണം അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r ഈസ് ഈക്വൽ ടു √2² + 2² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 + 4 8, ദാറ്റ് ഈസ് √8 കിട്ടി നമുക്ക്. അത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കേട്ടാ. പിന്നെ നമുക്ക് ആ തീറ്റ കണ്ടുപിടിക്കണമല്ലോ. സോ ആ തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ്, നമുക്ക് ഇവിടെ രണ്ടും പോസിറ്റീവ് ആയിട്ട് സുഖ 2/2 ഇട്ടാൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1, ഏത് ആംഗിളിന്റെ ടാൻ ആണ് 1 വരുന്നത്? π/4. നമുക്ക് ഡയറക്റ്റ് എഴുതാം. പോളാർ ഫോം എന്ന് പറയുന്നത് z ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? r, അതായത് √8 ഇൻറ്റു കോസ് തീറ്റ, കോസ് π/4 പ്ലസ് i സൈൻ π/4. പോരെ? ഇത് ഈസി ആണ് കേട്ടോ. ഇനിയിപ്പോ അഥവാ ഞാൻ അതൊന്നും ആംഗിൾ ഒന്നും അല്ലാത്ത ഒരാളെ ഞാൻ തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ വരാത്തത് 5i + 12 എടുത്തേക്കാം. ഇങ്ങനെ എഴുതി തെറ്റിക്കരുത് കേട്ടാ. ഇവിടെ റിയൽ പാർട്ട് 12ഉം ഇമാജിനറി പാർട്ട് 5ഉം ആണ്. നമുക്ക് അഗെയിൻ രണ്ടും പോസിറ്റീവ് ആണ്. സോ r എന്ന് പറയുന്ന √12ന്റെ സ്ക്വയർ പ്ലസ് 5ന്റെ സ്ക്വയർ എത്രയത്? √144ഉം അതേപോലെ തന്നെ 25ഉം വരും അല്ലെ? എന്ന് പറഞ്ഞാൽ റൂട്ട് എത്രയാ വരാൻ പോകുന്നത്? 169 അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 13. തീറ്റ രണ്ടും പോസിറ്റീവ് നമുക്ക് എന്ത് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് എന്താ വരേണ്ടത്? എക്സ് പ്ലസ് iy ആണെങ്കിൽ ഇതല്ലേ എന്റെ എക്സ്, ഇതല്ലേ i ഇൻറ്റു y വരുന്നത്? y/x ആണ് അല്ലെ? ദാറ്റ് ഈസ് 5/12 വേണം എഴുതാനായിട്ട്. ഓർഡർ തെറ്റിക്കരുത്. ഇനി നമുക്ക് എഴുതുമ്പോ എന്താ? നമ്മളുടെ പോളാർ ഫോം എന്ന് പറയുന്നത് z ഈക്വൽ ടു ഏതാ വരുന്നത്? 13 ഇൻറ്റു കോസ്. ഇത് നമ്മളുടെ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് അല്ലേ? അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി, ഒരു മാറ്റവും വരുത്തണ്ട നിങ്ങൾ കേട്ടാ. കാരണം അതിന്റെ വാല്യൂ നമുക്ക് ഡയറക്റ്റ് കിട്ടണില്ല. സോ cos of tan inverse 5/12 plus i into sin of tan inverse 5/12. ജസ്റ്റ് അങ്ങനെ എഴുതി നിർത്തിയാൽ മാത്രം മതി, ഫുൾ മാർക്ക് കിട്ടും കേട്ടാ. ഇതാണ് നമുക്ക് അതിന്റെ പോളാർ ഫോമിന്റെ കുറച്ച് പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. അത് ഫൈൻഡ് a and b if a plus ib is equal to 4 - 5i. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ a എത്രയാണ്? റിയൽ പാർട്ട് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ആൻഡ് b എന്ന് പറയുന്ന ഇമാജിനറി പാർട്ട് അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു -5. അപ്പൊ നമുക്ക് എയും ബിയും കിട്ടിയില്ലേ? അതുപോലെ വേറെ ഒരെണ്ണമാണ് നമ്മൾ തരുന്നത്. a പ്ലസ് ഐ ബി എന്ന് പറയുന്നത് 7നോട് ഈക്വൽ ആണ്. ഇവിടെ നോക്കിയേ, 7 + i × 0 അല്ലേ? അങ്ങനെ വരുമ്പോ a ഈക്വൽ ടു 7ഉം അതേപോലെ b ഈക്വൽ ടു 0 അല്ലേ വരാൻ പോകുന്നത്. അടുത്തത് വേറെണ്ണ നോക്കിയേ, a പ്ലസ് ഐ ബി ഈസ് ഈക്വൽ ടു -12y. ഇവിടെ എന്താ വന്നേക്കണേ? റിയൽ പാർട്ട് ഇല്ല, ഇമാജിനറി പാർട്ട് മാത്രമല്ലേ ഉള്ളൂ. സോ a ഈക്വൽ ടു 0 ആൻഡ് b ഈസ് ഈക്വൽ ടു -12. അങ്ങനെ നമുക്ക് ഇക്വാളിറ്റി വെച്ചിട്ട് എൻ്റെയും ബിന്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ഷൻ പഠിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജസ്റ്റ് 2 + 4iയും അതേപോലെ തന്നെ 5 + 3iയും ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? റിയൽ പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്യാം അല്ലെ? എന്ന് പറഞ്ഞാൽ 5 × 2 7 പ്ലസ് ഇമാജിനറി പാർട്ടുകൾ തമ്മിലും ആഡ് ചെയ്യാം. 4 × 3 7 7i. ഇത്രേ ഉള്ളൂ കേട്ടോ, വേറെ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല. സിമിലർലി 1 + iയും പിന്നെ 1 - iയും കൂടി ആഡ് ചെയ്യാം. അപ്പൊ റിയൽ പാർട്ട് തമ്മിൽ ആഡ് ചെയ്തേ എന്താ കിട്ടുക? നമുക്ക് 2 കിട്ടൂ അല്ലെ? 2 പ്ലസ് ഇവിടെ നോക്ക്, ഇമാജിനറി പാർട്ടില് 1 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. ആഡ് ചെയ്താൽ 0 അല്ല വരാൻ പോണേ. സോ 0i കിട്ടി. ഓക്കെ, അടുത്തത് 6 + 8iയും പ്ലസ് -6 + 8i. ഇവിടെ നോക്കിയേ, 6 പ്ലസ് ഈ 6 പ്ലസ് -6 0 ആയി പോയി അല്ലേ? അപ്പം 0 പ്ലസ് 8 8 എത്രയാ? 16 16i. കറക്റ്റ് അല്ലേ? ഇങ്ങനെ നമുക്ക് സാധാ പോലെ ആഡ് ചെയ്യാം. ഇനി ഒരു സബ്ട്രാക്ഷൻ നോക്കിയേ, അതായത് 2 + iയിൽ നിന്ന് നമ്മളോട് 2 - i സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞേക്കാം. 2 - i സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞേക്കാം. ഒന്നില്ലെങ്കിൽ ഞാൻ അവിടെ ഇക്വേഷൻ 8 എന്ന് വെച്ച് ചെയ്യാം. ഇനി അല്ലാത്ത പക്ഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 + i എഴുതിയിട്ട് ഈ നെഗറ്റീവ് 2 പേരുടെ ഉള്ളിലേക്കും കൊടുക്കുക. എന്ന് പറഞ്ഞാൽ -2
ഈ മൈനസും കൂടി ചേർന്ന് എന്തായി മാറി പ്ലസ് ഐ ആയി മാറി അല്ലെ. അപ്പൊ നോക്കിയേ രണ്ടും ക്യാൻസൽ ആയി പോയി. ദാറ്റ് സീറോ ആയി പോയി 0. അതേപോലെ ഐ പ്ലസ് ഐ എന്തായി മാറിയത് 2i ആയി മാറി അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് സബ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. സിമിലർലി 2 പ്ലസ് 3i യിൽ നിന്ന് മൈനസ് 5 പ്ലസ് 6i ചെയ്യാം. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്ലസ് 3i മൈനസ് 5 മൈനസ് 6i. നോക്കിയേ സബ്ട്രാക്ട് ചെയ്തേ. 2-ന്ന് 5 പോയാൽ എന്താ ചെയ്യേണ്ടത്? 2 മൈനസ് 5 അല്ലേ. ഞാൻ വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം. 2 മൈനസ് 5 ഉണ്ട് പ്ലസ് അവിടെ നിന്ന് i ഇൻറ്റു 3 മൈനസ് 6 അല്ലെ. എന്താ ചെയ്യേണ്ടത്? ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവ് ആണെങ്കിൽ വലുതിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. അപ്പം 5-ന്ന് 2 കുറച്ചിട്ട് 5ന്റെ ചിഹ്നം ദാറ്റ് ഈസ് -3 വരും. അതേപോലെ അപ്പുറത്തോ 3-ന്ന് 3 മൈനസ് 6 അല്ലേ. 6-ന്ന് 3 കുറച്ചിട്ട് 6ന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ -3i. ഭംഗിയാക്കി എഴുതുമ്പോ -3 ഇതാണ് നമ്മളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, പോളാർ ഫോം. അതേപോലെ തന്നെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 പ്ലസ് 6i ഇൻറ്റു 2 മൈനസ് 3i അല്ലേ. ഇതെങ്ങനെയാ? 4 ഇൻറ്റു 2 8, പിന്നെ 4 ഇൻറ്റു -3 ദാറ്റ് ഇസ് -12i, പിന്നെ 6i ഇൻറ്റു 2 പ്ലസ് 12i, പിന്നെ 6 ഇൻറ്റു 3 അല്ലേ -18 വരും. പിന്നെ i ഇൻറ്റു i സ്ക്വയർ വരും. നമുക്കത് ഭംഗിയാക്കി എടുക്കാം. നോക്കിയേ 12iയും 12iയും ക്യാൻസൽ ആയി പോയി. ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവാ. പിന്നെ 8 ഉണ്ട് മൈനസ് iന്റെ സ്ക്വയർ എത്രയാ? -1. അപ്പൊ അത് പ്ലസ് ആയിട്ട് 18 അല്ലേ. 18 പ്ലസ് 8 എത്രയാണ്? 26. അപ്പൊ ഇതിന്റെ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ, ഇമാജിനറി പാർട്ട് അതിന് ഇല്ല. അതേപോലെ അടുത്തത് 4 പ്ലസ് iയും ഇൻറ്റു 3 മൈനസ് iയും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. 4 ഇൻറ്റു 3 12, 4 ഇൻറ്റു മൈനസ് i എന്ന് വെച്ചാൽ -4i, പിന്നെ i ഇൻറ്റു 3i, പിന്നെ മൈനസ് i ഇൻറ്റു i. അതായത് ഞാൻ ഈ iന്റെ നെഗറ്റീവ് നേരത്തെ ഇട്ടു എന്നുള്ളൂ കേട്ടാ. i ഇൻറ്റു i സ്ക്വയർ. നമുക്ക് എല്ലാം കൂടി ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഈ 12 പിന്നെ -4i പ്ലസ് 3i വലുതിന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം. 4-ന്ന് 3 കുറക്കി അപ്പൊ എത്രയാ? 1 -1 ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് -1i അല്ലെങ്കിൽ i. പിന്നെ മൈനസ് iന്റെ സ്ക്വയർ എത്രയാ? ഇത് ഓൾറെഡി -1 സോ അത് രണ്ടും കൂടി ചേർന്ന് +1 ആയി മാറി. 12 പ്ലസ് 1 13 മൈനസ് i. കറക്റ്റ് അല്ലേ? ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലിക്കേഷനും ചെയ്യാം. അപ്പൊ എല്ലാത്തിന്റെയും എക്സസൈസ് ഇവിടെ നിർത്തുകയാണ്. ഇനി അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം മൊഡ്യൂൾ 1ന്റെ കേട്ടോ. അതായത് കോർഡിനേറ്റ് ജോമെട്രി. അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ ബൈ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ താങ്ക് യു.